ഹലോ ഗൈസ്, നമ്മൾ ഇന്നുള്ളത് റിയാദിൽ മാഞ്ഞാലി ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടിലാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കണ്ടാലോ. ഈ സ്പോട്ട് വരുന്നത് ഖുറൈസ് ലുലുവിന്റെ ബാക്ക് സൈഡിൽ അന്നഹദ സ്ട്രീറ്റിലാണ്. നല്ലൊരു ആംബിയൻസോടെ ഫാമിലിക്ക് ഇരിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെ സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊന്ന് 10 റിയാലിന് 15 വിഭവങ്ങളോട് കൂടിയിട്ടുള്ള വരെ മിനി സദ്യയുമാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ്. വേറെന്താ ഇവിടെ മാഞ്ഞാലി ബിരിയാണി കൂടാതെ വേറെ എന്തൊക്കെയുള്ളത്? മസാലകൾ ചിക്കൻ മസാല, ബീഫ് മസാല, പിന്നെ നമ്മുടെ സ്പെഷ്യലൊക്കെ ഉണ്ടാവും. ഡ്രാഗൺ ചിക്കൻ, ബട്ടർ ചിക്കൻ, അങ്ങനെ. പിന്നെ നല്ല അടിപൊളി ഊണുണ്ട്. ഗൈസ്, വാഴയിലാണ് ഇവിടെ സർവ് ചെയ്യുന്നത്. ഇത് മാഞ്ഞാലി ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ഇത് ഫിഷ് ബിരിയാണി. മാഞ്ഞാലി ബീഫ് ബിരിയാണി ഞങ്ങൾ മെയിനായിട്ട് മാഞ്ഞാലി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ അവിടെ ഫിഷ് ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും ഓരോ പോർഷൻ ഓർഡർ ചെയ്തു. ഓൾ ഓവർ എല്ലാ ബിരിയാണിയും ഒക്കെ ആയിരുന്നു, പക്ഷേ മാഞ്ഞാലി ബിരിയാണി തന്നെയാണ് ഹൈലൈറ്റ് ആയി നിന്നിരുന്നത്. ബീഫൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 14 റിയാലിന് വർത്താണ് ഗൈസ്. മട്ടൻ ബിരിയാണി ഇതാണ്. മട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലെടുക്കുമ്പോൾ തന്നെ പൊട്ടിയിട്ട് വരുന്നത്. മട്ടൻ ബിരിയാണി അവരൊരു മലബാർ സ്റ്റൈൽ കീപ്പ് ചെയ്തിട്ടുണ്ട്, അധികം സ്പൈസി ഒന്നും ആവാതെ. പിന്നെ നമ്മൾ അവസാനമായിട്ടാണ് ഫിഷ് ബിരിയാണി ട്രൈ ചെയ്തത്. ബിരിയാണി മറ്റു ബിരിയാണികളെക്കാളും വളരെ സ്പൈസി ആയിരുന്നു. ഇതാണ് നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയുടെ ഷെഫ് ഇട്ടാ. നിങ്ങളെ നാട്ടിലെവിടെ? തറവാട്ടിൽ നിന്നാണ് നമുക്ക് മാഞ്ഞാലി ബിരിയാണി കിട്ടുള്ളത്. എന്താണ് സംഭവം? എന്താണ് നിങ്ങൾക്ക് എവിടെ നിന്നാണ്? നിങ്ങളെ ഗുരുവാരാണ്? ഞങ്ങൾക്ക് ബിരിയാണിയുടെ ഷോപ്പൊക്കെ ഉണ്ട് നാട്ടില്. CH ബിരിയാണി സെന്റർ. ആശാൻ നമ്മുടെ അനസ് എന്ന് പറഞ്ഞ ആളാണ്. ആശാന്റെ ബിരിയാണി കഴിച്ചു നോക്കണം. ആശാന്റെ ബിരിയാണി വേറെ ലെവലാവൂലോ. ഏതായാലും ഗൈസ്, എനിക്ക് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഇവരെ മാഞ്ഞാലി ബിരിയാണി. കൂടാതെ ഒരു പാർട്ടി ഓർഡേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം. ബൈ.